ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ഭക്ഷണമായ പുട്ടും കടലക്കറിയും ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പുട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ. അപ്പോൾ കടലക്കറിയുടെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള നല്ല നാടൻ കടലക്കറി എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ കടലക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം കടല തലേദിവസം രാത്രി കുതിർത്ത് വെച്ചതാണിത്. ഇതിലേക്ക് 2 പച്ചമുളക് കീറിയതും, 1 സവാള നീളത്തിൽ അരിഞ്ഞതും, ഇഞ്ചി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് 10 വിസിൽ വരുന്നവരെ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, 1 കഷ്ണം പട്ട, 1 ഏലക്കായ, ചെറിയൊരു ഏലക്കായ മതി. ഏലക്കയുടെ ഇത് ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം, കരിഞ്ഞു പോകരുത്. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ തേങ്ങ ഒരുവിധം ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം, നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ കുറച്ച് വെച്ച് ഒന്നുകൂടി ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. പാകത്തിന് വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം. ഇപ്പോൾ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കർ തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കടലയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കാൻ വയ്ക്കാം. ഇപ്പോൾ കടല നന്നായി തിളയ്ക്കാൻ തുടങ്ങി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടലക്കറി തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടാം. കടുക് താളിച്ചേർക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ തട്ടുകടയിലൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല നാടൻ കടലക്കറിയാണ് കേട്ടോ. അതേ ടേസ്റ്റിൽ നല്ല ടേസ്റ്റാണ്. 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 5-6 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയൊക്കെ മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ കൊത്തുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് ശരിക്കും തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റും എല്ലാം കിട്ടുക.
ഇനി അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സൂപ്പർ കടലക്കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണേ. കൂടാതെ ഓൾ എന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ പുട്ടിൻ്റെ കൂടെ കടലക്കറി ആണല്ലോ എല്ലാവരും കൂടുതലായിട്ടും കഴിക്കുന്നത്. അപ്പോൾ ഇനി കടലക്കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.